ആ ഡാനി സാറേ, ഞാൻ എത്ര പറഞ്ഞിട്ടും മേരി കംപ്ലൈന്റ് തരാൻ തയ്യാറാവുന്നില്ലല്ലോ. എനിക്ക് അവളെ നിർബന്ധിക്കാൻ പറ്റില്ല. അവളുടെ ലൈഫ് അവളുടെ തീരുമാനമാണല്ലോ. ഓ എന്ന് പറഞ്ഞ് നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ആമോസിനെ പോക്കണം. ഓക്കെ ഇരിക്കും സാർ. സാറേ, ആളിത് തന്നെയായിരുന്നു, പക്ഷെ മറ്റൊരു പേരിലാണ് റൂം എടുത്തിരുന്നത്. നീ ആ രജിസ്റ്ററും ചാവി എടുത്തേ. സാർ, എന്താടോ? അയാളുടെ കയ്യിലൊരു ബാറ്റുണ്ടായിരുന്നു സാറേ. 2 മാസമായിട്ട് അയാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സാറേ. എന്താ സാറേ? എന്താ സുഖല്ലേ? ഈ ഫോട്ടോയും ഇയാളും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇല്ല സാറേ. ചെല്ല്, പോയി കൊന്നിട്ട് വാ. കാണട്ടെ നിന്റെ മിടുക്ക്. എന്താടി നിന്റെ പ്രശ്നം? നിനക്ക് എന്താ നഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ജോൺ. നീ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? Why are you ignoring me? എനിക്ക് തന്നെ വേണ്ട. പോവുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് പോയാൽ മതി. എന്താ എനിക്ക് സോളോ ട്രിപ്പ് പാടില്ല? അങ്ങനെ ഇപ്പൊ നീ സോളോ ട്രിപ്പ് ഉണ്ടാക്കണ്ട. അങ്ങനെ പിണങ്ങാതെ. ഞാൻ പ്ലാൻ ചെയ്ത ട്രിപ്പല്ലേ, നമ്മൾ പോയിരിക്കും. ഓക്കെ? എടാ, പിള്ളേർക്കൊരു കയ്യബദ്ധം പറ്റിയതാ. അതുകൊണ്ടേ ലാഭത്തിൽ നിന്നൊരു ചെറിയ നഷ്ടം അത് ഞാൻ സഹിക്കും. പക്ഷെ നീ കാരണം എന്റെ കൈക്കാശ് പോയാ. നീ കാട് വെട്ടിയത് അത് ഫോറസ്റ്റിന്റെ പ്രശ്നമാണ്. പക്ഷെ അവൻ ഫോറസ്റ്റുകാരനെ വെട്ടിയപ്പോ അതെന്റെ പ്രശ്നമായി. അതിനൊരു പരിഹാരം വേണ്ടേ? വേണം, പരിഹാരം വേണം. എന്നാ പിന്നെ നമുക്കൊന്ന് കണ്ടുകളയാം. ആയിക്കോട്ടെ, നീ പറയുന്നത് പോലെ. ആവശ്യം നിന്റെയല്ലേ. ജയിലിൽ നിന്ന് വന്നതിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതം അതെങ്ങനെയായിരുന്നെന്ന് ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ എനിക്ക് ചുറ്റും ഞാൻ ജയിലിൽ പോകുമ്പോഴുള്ള ലോകമല്ല, പക്ഷേ ഈ സമൂഹത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം മാറിയെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അതിനോട് ഞാൻ പൊരുത്തപ്പെട്ടു. നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയതാണ്. എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? മേരിയുടെ ആദ്യ ചോദ്യം ഇതായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേ. നിങ്ങൾക്കിപ്പോൾ പറയാം. നിങ്ങളുടെ ഒരു സഹായമാണ് എനിക്കിപ്പോൾ ആവശ്യം. ശേഷിക്കുന്ന കാലം സർക്കാരിൻ്റെ ചെലവിൽ കഴിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ രീതിയിലും ജയിലിനുള്ളിൽ ഞാൻ സുരക്ഷിതനായിരിക്കും. ആരും അറിയാത്ത, പരാതികളൊന്നുമില്ലാത്ത ഒരു പെണ്ണ്, ഒരു സുന്ദരി. നിങ്ങളുടെ ഭാഷ പറഞ്ഞ ഇര ലേ. അവളെനിക്കെതിരെ ഒരു പരാതി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഇപ്പം ഞാൻ തിരിച്ചു ചോദിക്കുക. നിങ്ങളൊരു വിഡ്ഢിയാണോ? അതായത് സംഭവിച്ചതെല്ലാം മറന്ന് ജീവിക്കുന്ന ഒരാൾ. അവൾ ഇത്രയും കാലം കഴിഞ്ഞ് നിങ്ങൾക്കെതിരെ പരാതി പറയാൻ വരുമെന്ന് ചിന്തിക്കുന്നത് തന്നെ ഒരു വിഡ്ഢിത്തരമല്ലേ? അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഒരു വിഡ്ഢിയാണെന്ന് ഞാൻ സമ്മതിക്കാം. അല്ലാത്ത പക്ഷം ഞാൻ നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കുന്നു, മിസ് മേരി. നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത് ആമോസ്? അന്ന് ഞാൻ കൽക്കട്ടയിലെ ഒരു റിട്ടയേർഡ് പട്ടാളക്കാരൻ്റെ വേഷത്തിലാണ്. അവിടെ എനിക്കൊരു സുഹൃത്തിനെ കിട്ടി, നല്ല ഒരു സുഹൃത്ത്.
അല്ലറയിലറ തട്ടിപ്പുകാട്ട് നടക്കുന്ന രവീന്ദ്ര കർമാക്കർ. കർമാക്കർ കുടുംബത്തിലെ ഇളയ മകളായിരുന്നു ലക്ഷ്മി. ഒരു ഓട് ഫാക്ടറിയിലെ കണക്കെഴുത്തുകാരിയായിരുന്നു അവൾ. ലക്ഷ്മിക്ക് നല്ല ചുരുണ്ട മുടിയായിരുന്നു, മേരിയെ പോലെ. അവളുടെ വേർപ്പിന് കളിമണ്ണിന്റെ ഗന്ധമായിരുന്നു. ചിലപ്പോഴൊക്കെ വിചാരങ്ങളെക്കാൾ വലുതാണല്ലോ വികാരം. പിന്നെ വികാരം മാറി വിചാരം വന്നപ്പോ കർമാക്കർ കുടുംബത്തിൽ നിന്ന് ഞാൻ അപ്രത്യക്ഷനായി. ആ ദിവസങ്ങളിലും പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ലക്ഷ്മി നിശബ്ദയായിരുന്നു. അന്നാ നിശബ്ദത ഭാഗ്യമായി കണ്ട ഞാൻ ഇന്നത് ലോകമറിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിലൂടെ. ഐ എം റിയലി സോറി ആമോസ്. ഞാനിത് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇവിടെ വെച്ചങ്ങ് നിർത്താം. താങ്ക് യു ആമോസ്. പരാതി, അതാണ് പ്രശ്നം. അവളെനിക്കെതിരെ ഒരു പരാതി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലക്ഷ്മി കർമാക്കർ ആമോസിന്റെ ഒരു സാങ്കല്പിക സൃഷ്ടിയായിരുന്നു, അതോ നിശബ്ദമായി മറക്കാൻ കഴിയാത്തൊരു മുറിവുമായി അവൾ അവിടെ ഉണ്ടാകൂ? ഒരുപക്ഷെ ഇനി ഞാൻ തന്നെയാണോ ലക്ഷ്മി? ഈ യാത്ര അവളെ തേടിയാണ്. പറയടോ. ആമോസിന്റെ നമ്പർ ആക്റ്റീവ് ആയിട്ടുണ്ട്. MNുമായി ബന്ധപ്പെട്ട് യൂസർ അയാൾ തന്നെയാന്ന് ഉറപ്പുവരുത്താൻ താൻ ആ സാബുവിനോടൊന്ന് പറയണം. ഓക്കെ സാർ. ജോൺ, ജോൺ, സർപ്രൈസ്. വേണ്ട. ഞാൻ അപമര്യാദയായിട്ട് പെരുമാറിയല്ലേ? ഇറ്റ്സ് ഓക്കെ. അതിനുള്ള എനിക്കിട്ട് തരുകയും ചെയ്തില്ലേ? മുൻപ് എനിക്ക് ഗുജറാത്തിലെ ഒരു പുരാവസ്തു കച്ചവടക്കാരൻ്റെ കടയിലായിരുന്നു ജോലി.
ശമ്പളം തരത്തില്ല, ഭക്ഷണവും തരാതായപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി ഞാനിങ്ങോട്ട് പോന്നു. ആകെ ബാക്കിയുള്ളത് ഇത് മാത്രം. ഇത് നിനക്കുള്ളതല്ല, ഇത് മേരിക്കുള്ളതാ. പക്ഷേ അത് അവൾക്ക് അറിയിക്കേണ്ട ആള് നിങ്ങളാ. മോശമായിട്ട് പെരുമാറിയതിനുള്ള പ്രായച്ചിത്തം. നമ്മുടെ അവസാന കൂടിക്കാഴ്ചയുടെ ഓർമ്മയ്ക്കായി കഴിക്കേ.